ലോഹിത് ദാസ് റൈറ്റിംഗ് വലിയ ഇൻഫ്ലുവൻസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോഹിത് ദാസിൻ്റെ റൈറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വേദന തിന്നുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടല്ലോ. അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ ഈ സിനിമയിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ? ഞാൻ പറഞ്ഞല്ലോ, സാറ് ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ടാണ് സിനിമ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ എല്ലാം അറിയാമല്ലോ. എല്ലാ മനുഷ്യരെ എടുത്താൽ ഇപ്പോൾ തനിയാവർത്തനം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്ത ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളിലും ഭയങ്കര കഥാപാത്രങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഞാനും അതിൻ്റെ ഒരു റെഫറൻസാണ്. കഥാപാത്രങ്ങൾ സ്ട്രോങ് ആവണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് എല്ലാ സിനിമയിലെയും കഥാപാത്രങ്ങൾക്കൊരു കാരണം ഉണ്ടാവണം, അവരുമായിട്ട് പ്രേക്ഷകർക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റണം, എന്നാലേ ആ സിനിമ കഥ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും. വേദനകൾ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഈ അരയന്നങ്ങളുടെ വീട്ടിലൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്കൊക്കെ എത്തിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കുറ്റങ്ങൾ ഒരാളിലേക്ക് അയാൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് അങ്ങനത്തെ കഥാപാത്രങ്ങളായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പോൾ ദശരഥത്തിലൊക്കെ ആ സിറ്റുവേഷൻ കൊണ്ട് അദ്ദേഹത്തിന് പല നഷ്ടങ്ങളുണ്ടാവണം, എല്ലാത്തിനും കേപ്പബിളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഏതാ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു? എനിക്ക് പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പം അരയന്നങ്ങളുടെ വീടോ ഒരു ഫാമിലി അങ്ങനത്തെ പുറം ഡ്രാമകളുണ്ട്. എനിക്കിപ്പോൾ തനിയാവർത്തനം, ആ കഥാപാത്രം ഇഷ്ടമാണ്. സതയം, അങ്ങനെയുള്ള കുറേ കൂടെ സൈക്കോളജിക്കൽ കഥാപാത്രങ്ങളുണ്ടല്ലോ, സൈക്കിക്കലി വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് പുള്ളിയുടെ കൂടുതൽ ഇഷ്ടം. മറ്റ് എക്സ്റ്റേണൽ പ്രശ്നങ്ങളെക്കാളും ഉള്ളിൻ്റെ ഉള്ള പ്രശ്നങ്ങളും, എക്സ്റ്റേണൽ ഇല്ലാതെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കുറേ കൂടെ കോർ ഉള്ളിലുള്ള പ്രശ്നങ്ങളുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഇഷ്ടം. ഇപ്പോൾ സതയം കാണുന്ന സമയത്ത് നമുക്ക് ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടറിന് നല്ലൊരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ക്രൈമേ നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സതയം കണ്ട് അവസാനിപ്പിക്കുമ്പോൾ. ഷാഹി കബീർ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കത്തല്ല. ഞാൻ ആ കഥാപാത്രത്തെ കാണുമെന്നുള്ളേ ഉള്ളല്ലോ. അത് അതിനപ്പുറം അയാൾ ആ ചിന്തയിലൊന്നും ഞാൻ പറ്റില്ല. ഞാനത് കണ്ടു, എൻജോയ് ചെയ്ത് കിട്ടും, ഫീല് കിട്ടുന്നു. നമുക്കിപ്പം തിരുത്തലല്ലല്ലോ നമ്മുടെ പണി. അപ്പം ആ കഥാപാത്രം അങ്ങനെയാണ്. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഓരോ മനുഷ്യൻ മാറുന്നതെന്ന്. എല്ലാവരും പറയാറുണ്ട്, രണ്ട് പൊളിറ്റിക്സിലാണല്ലോ, മനുഷ്യൻ നന്നായ സമൂഹം നന്നാവും എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഓപ്പോസിറ്റാണ്. സമൂഹം നന്നായാലേ മനുഷ്യൻ നന്നാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് രണ്ട് പൊളിറ്റിക്സാണ്. അപ്പോൾ സമൂഹം നന്നാത്തോടത്തോളം കാലം മോശം മനുഷ്യരുണ്ടായിക്കൊണ്ടിരിക്കും. ഈ മോശം മനുഷ്യരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കുന്ന എഴുത്ത് ഈ MT സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോശം മനുഷ്യരെന്ന് പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യമാണ്. മോശം എന്ന് പറയുമ്പോഴും എഴുത്തിലെപ്പോഴും സമൂഹം അല്ലെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചൊരു മനുഷ്യനായിട്ടാണ് വരുന്നത്. അതിനെയാണല്ലോ, അതൊരു മോശമെന്നല്ല പറയുന്നത്, പക്ഷേ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതാണ് ആക്ച്വലി അത്. കാരണം അയാൾ ഇങ്ങനെ ആയത് ഇന്ന കാരണം കൊണ്ടാണ്. ചുറ്റുമുള്ള സൊസൈറ്റി മനുഷ്യരുമാണ് അയാളെ അങ്ങനെ ഡീൽ ചെയ്യുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട്, അതായത് ഒരു ഇൻട്രോ, പിന്നെ ഒരു ക്ലൈമാക്സ്, ഏറ്റവും അവസാനം പ്രതികാരം ചെയ്തിട്ട് ഇങ്ങനെ ലോങ് ഷോട്ടിൽ നെഞ്ഞു മിരിച്ച് നിൽക്കുന്ന നായകൻ, അങ്ങനത്തെ ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ. അത് തിയേറ്ററിന് വേണ്ടി എഴുതുമ്പോൾ അങ്ങനത്തെ ചില എലമെൻറ്റുകൾ വേണം, അത് വരുന്നതാണോ അതോ ബോധപൂർവ്വം അങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുന്നതാണോ? തിയേറ്റർ എന്നുള്ള ചിന്തയായിരുന്നു. ഞാൻ ഭയങ്കര പേസുള്ള പടമായിരിക്കണം. ഇപ്പോൾ എൻ്റെ ബാക്കി പടങ്ങൾക്ക് അറിയാമല്ലോ, പേസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സിനിമ ശരിക്കും ഇത്രയേ ഉള്ളൂ, ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആണ്. അതിനപ്പുറം അതിന് ലൈഫില്ല. ഒരു കൊമേഴ്ഷ്യൽ സക്സസിൻ്റെ ഫോർമുലകളുണ്ടല്ലോ. പലപ്പോഴും നമ്മളെപ്പോഴും വിജയിക്കുന്ന സിനിമ നോക്കിയാൽ അത്യാവശ്യം ക്രിഞ്ചും ക്ലീഷകളെല്ലാം ഉള്ള സിനിമകളാണ് ഇവിടെ കൊമേഴ്ഷ്യലി സക്സസ് ആവുന്നത്. കുറച്ച് മാറ്റവും കുറച്ച് അതും ഇല്ലാതെ അത്ര സിനിമകൾ വർക്കാവില്ല. നമ്മളെല്ലാം പുതിയതായിട്ട് പറഞ്ഞ ആൾക്കാർ എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് അറിയാം, ഇയാൾ നേരിടും, ഇയാൾ പോവും, ഇയാൾ പിടിക്കും, ഇയാൾ വിജയിക്കും എന്നൊക്കെ അറിയാവുന്നതാണ്. ഇനി ഞാൻ എഴുതിയ പടമായതുകൊണ്ട് മാത്രം ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടല്ലോ അവസാനം ചാക്കോച്ചൻ എന്തെങ്കിലും പറ്റുമെന്ന്. നായാട്ടിൽ അവർ ഒന്ന് നുണ പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നിന്നിരുന്നെങ്കിൽ, എല്ലാ കുറ്റവും ജോജിൻ്റെ അടുത്തിട്ടിട്ട് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കണ്ണാടി നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് ഈ പ്രശ്നം നേരിടുന്നില്ലാത്ത രീതിയിൽ ഒരു കൈൻഡ് ഓഫ് ഹാപ്പി എൻഡിങ് അവിടെ പോസിബിൾ ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാൻ എന്തിനെപ്പോൾ അവരതങ്ങനെ ചെയ്തതെന്ന്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു പുഷ് എടുക്കണമല്ലോ. ഇത് കൺവെൻഷൻ അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയേറ്റർ സാധ്യത, അതിൻ്റെ വർക്കാവോ, ഇത് വിജയിക്കുമോ, ആളുകൾ ഇത് ഉൾക്കൊള്ളുമോ, ആ ചിന്തകളിലൂടെയൊക്കെ ആ ബസ്സിനകത്ത് രണ്ടുപേരെ ഇരുത്തുന്ന സമയത്ത് ആ സീൻ എഴുതുമ്പോൾ ഷാഹി കബീർ കടന്നു വരുന്നു. നമുക്ക് വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്കാവുന്നൊരു സിനിമയാണ്. ജോജിൻ്റെ മരണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് എക്സ്റ്റൻഡഡ് ത്രിൽ, കൊമേഴ്ഷ്യൽ ത്രിൽ, ടേൺസും ട്വിസ്റ്റും ആക്ഷനും ഒക്കെ വെച്ചിട്ട് പോകാവുന്നൊരു കഥയായിരുന്നു. പക്ഷേ ആ സിനിമ അങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് ഡയറക്ടർ കൂടെ നമുക്കിങ്ങനെ തീർത്താൽ മതി, നമുക്കിങ്ങനെ തീർക്കാം എന്ന് പറയാനുണ്ട്. കാരണം ഞാൻ ഈ സിനിമയിൽ എഴുതിയെങ്കിൽ, ഞാനാണ് ഡയറക്റ്റ് ചെയ്തതെങ്കിൽ എന്താണോ ചെയ്യുമെന്നൊരു ചോദ്യം വന്നു. ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും ഇതൊരു വിജയമൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും സ്റ്റേറ്റിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല പോലീസുകാരന്. സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്കാം. മാനേജർ പറഞ്ഞു വേണ്ട, റിയൽ പരിപാടി പിടിച്ചാൽ മതി, എന്തായാലും നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് വന്നതിന് അതിനുവേണ്ടി ഒരു മാറ്റം വേണ്ട എന്ന് മാട്ടിച്ചേട്ടനും പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവർ രണ്ടുപേരെ ഇരുത്തിയത്. ഇപ്പോൾ അവർ സമ്മതിച്ചോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അവർ പറയുമോ ഇല്ലയോ. കാരണം
ഓരോ മനുഷ്യരാണ്. നിങ്ങൾ ചാക്കോച്ചൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ നിങ്ങൾ എന്തെടുക്കുമോ അത് നിങ്ങളുടെ സ്വഭാവമാണ്. നൈസ്. ഓരോരുത്തർക്കും അങ്ങനെ ചിന്തിക്കാമല്ലോ. നിങ്ങളാണ് എന്തെടുക്കും എന്നുള്ള ചിന്തകളാണ്. അതൊരു ശരി തെറ്റുകളുടെ ചോദ്യമാണത്. നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരത് ചെയ്യും, ചെയ്തിട്ട് രക്ഷപ്പെട്ടാനെ. ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എഴുതിയിട്ടുള്ള 4 സിനിമകളുണ്ടല്ലോ, അതിനൊരു തുടർച്ച എന്നുള്ള രീതിയിൽ ഏതെങ്കിലും സിനിമയ്ക്ക് ഒരു സാധ്യതയുണ്ടോ? ആക്ച്വലി നായകൻ്റെ ആഗ്രഹമുണ്ട്. ആ ക്യാരക്ടേഴ്സ് ഇനിയും വേറൊരു വേൾഡിൽ ട്രാവൽ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആഫ്റ്റർ മാത്ത് എന്തായിരിക്കും ഈ ദുരന്തങ്ങളോട് അങ്ങനെ ഒരു സർ കിരീടം ഉണ്ട്, ചെങ്കോലുണ്ട്, അങ്ങനത്തെ അല്ല. ഞാൻ അത് നായായിട്ടൊരു പൊളിറ്റിക്കൽ പടം തന്നെയാണല്ലോ. അതെ അതെ അതെ, എഗൈൻസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. സോ ഇനി അവർ ട്രയലിന് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകളുണ്ട്. കോടതിയിൽ ചെന്നാൽ അവരെങ്ങനെ എന്താവും, കോടതിയിൽ ട്രയലുകൾ എങ്ങനെ ആയിരിക്കും എന്നൊരു കൗതുകമുണ്ട്. ഒരു കോർട്ട് ഡ്രാമയായിട്ട് വേണേൽ നായകനെ കാണാൻ അടുത്ത അങ്ങനെ ഒരു ചിന്തയുണ്ട്. നൈസ് നൈസ്, അത് നല്ലൊരു സാധ്യതയാണ്. ആളുകളുടെ അടുത്തൊരു കഥ പിച്ച് ചെയ്യാൻ നേരത്തെ ഇപ്പം പല ആളുകൾക്ക് പല രീതികളുണ്ടല്ലോ. ഇപ്പം നഹാസ് ഹിദായത്ത് അദ്ദേഹം ഒരു സിനിമയ്ക്ക് മൊത്തം സ്ക്രിപ്റ്റ് ഒരു RR വെച്ച് ഒരു സ്പീക്കർ വെച്ചിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ തരുൺമൂർത്തി ഒരാളുടെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലോഹിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു 1 ലൈനിൽ കഥ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മൃഗയൊക്കെ ഒരു നാട്ടിൽ ഒരാൾ പുലിയെ പിടിക്കാൻ വരുന്നു, അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു ആ നാട്ടുകാർക്ക്. അങ്ങനെ ഒരു 1 ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തോ ഒരു ഡയറക്ടറുടെ അടുത്തോ ഇപ്പോൾ ഷാഹി കബീർ എങ്ങനെയാണ് ഒരു കഥ പോയി പറയുക? ഒരു 1 ലൈൻ ഉണ്ടായിരിക്കുമോ, അതോ ഒരു ക്യാരക്ടറാണോ ഉണ്ടാവുക? 1 ലൈനുകളിലാണ്. 1 ലൈൻ തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്. കാരണം ഇപ്പം 3 പോലീസുകാർ വേട്ടയാടപ്പെടുന്നു, നായട്ടതാണല്ലോ. ഓക്കെ, വേട്ടക്കാർ ഇരകളാവുന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ അതിൻ്റെ മിനിമലേ ഉള്ളൂ. ഇന്നണക്ക് ഒരു സാഹചര്യത്തിൽ ഇന്നണക്ക് 3 പോലീസുകാർ പ്രശ്നത്തിൽപ്പെടുന്നു. ഇപ്പോൾ ജോസഫിനാണെങ്കിൽ റിട്ടയർഡായ പോലീസുകാരൻ കുറ്റാന്വേഷണമായിരുന്നു, ഭാര്യയുടെ മരണം അന്വേഷിക്കാൻ ഇറങ്ങുന്നു ആക്സിഡൻറ്റിൻ്റെ അടുത്ത്, എന്ന് വെച്ചാൽ എക്സ് വൈഫിൻ്റെ. അങ്ങനെ 1-2 1 ലൈനിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ 1 ലൈൻ കേട്ടിട്ട് ആളുകൾ ഇമ്പ്രസ്ഡ് ആവുമോ, അതോ 1 ലൈനിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധ്യതകൾ പറയുമോ? അങ്ങനെയാണോ ചെയ്യാൻ? ഇല്ല, അതൊരു വിശ്വാസമുണ്ട്. ഇപ്പം ജോജുനൻ്റെ അന്ന് ജോസഫ് പറയുമ്പോൾ വിശ്വാസമുണ്ട്, അല്ല നായാട്ട് പറയുമ്പോൾ മാർജിൻ്റെ വിശ്വാസമുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിൽ ജസ്റ്റ് ഇനിഷ്യൽ ഒരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു, ഇതിൻ്റെ തുടക്കം പറഞ്ഞപ്പം ഓക്കെ ആയിരുന്നു. അത് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് പടം വിജയിക്കുന്നിടത്തോളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടോ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഈ എഴുത്തിലൊക്കെ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം അങ്ങനത്തെ 2 വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മുകുന്ദൻ്റെ കഥകളിലെ ക്യാരക്ടേഴ്സ് നായകന്മാർ ചവക്ക് വലിച്ചു നടക്കുന്ന നായകന്മാരായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നീട് ഇതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ, അതായത് അമ്മയെ തള്ളാന്ന് വിളിക്കാൻ പറ്റുമോ, അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ കുറച്ചങ്ങോട്ട് മാറി എഴുത്തുകൾ മാറി സുഭാഷ് ചന്ദ്രൻ കാലഘട്ടത്തൊക്കെ. അപ്പം അതുപോലൊരു കൈൻഡ് ഓഫ് മാറ്റം ഇപ്പോൾ പണ്ട് പോലീസുകാരൻ ഒരിക്കലും ഒരു ഗർഭിണിയാണെന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വയറ്റത്തേക്ക് ചവിട്ടുന്ന ഒരു നായകനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് പോലീസ്. അങ്ങനെ ഒരു സീൻ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമോ, ഇത് ശരിയാവുമോ എന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പിന്നെയാണല്ലോ മനസ്സിലാക്കുന്നത്, അവർ പറയുന്നത് ശരിയല്ലാന്ന്. അങ്ങനെ എഴുതുമ്പോൾ അത് ശരിയാവുമോ, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമോ, അങ്ങനത്തെ ചിന്തകളുണ്ടായിരുന്നു? അതോ അങ്ങനെ ഒരു ഷോക്ക് വാല്യൂ വേണം, അത് തന്നെയായിരുന്നു? ഒന്ന് അങ്ങനൊരു സീനിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചൻ ഭയങ്കര സോഫ്റ്റായ മനുഷ്യനാണ്. ചാക്കോച്ചൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചാക്കോച്ചൻ അങ്ങനൊരു ഓപ്പണിങ് ചാക്കോച്ചന് കൊടുത്തില്ല. എത്ര റഫായിട്ട് അത് പെട്ടെന്ന് ഇയാൾ ഇതാണ് ഞെട്ടിക്കുക. പിന്നെ നമുക്കത് കാരണങ്ങൾ പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ചാക്കോച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചാക്കോച്ചൻ ഇത്രയും റഫായിട്ട് അഭിനയിക്കുമായിരുന്നു, ചിലപ്പോൾ ഞാൻ ആ സീൻ ഫസ്റ്റ് ഷോ അത് എഴുതില്ലായിരുന്നു. പുള്ളി എന്നിട്ട് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു. മീൻസ് അല്ലെങ്കിൽ ഒരു ഞെട്ടീര് വേണം നമുക്ക്, റഫാക്കാൻ വേണ്ടിയുള്ളൊരു ഞെട്ടീരായിരുന്നു അത്. നമ്മളിപ്പോൾ സിനിമകളിൽ എഴുതുന്ന നേരത്തെ സ്ത്രീകളെ ഇങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ വിളിക്കാൻ പാടില്ല, സ്ത്രീകളെ ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനാണ് ഒരു ഐറ്റം സോങ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. സ്ത്രീകളെ കഥാപാത്രങ്ങളാക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീകളെ സ്ക്രീനിൽ കാണിക്കുമ്പോഴോ ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രത്യേക മുന്നൊരുക്കങ്ങൾ വേണമെന്നൊക്കെ ഷാഹി വിചാരിക്കുന്നുണ്ടോ? എൻ്റെ സിനിമകളിൽ സ്ത്രീകൾ വളരെ കുറവാണ്. അതാ ഞാൻ അതുകൊണ്ടാണ് ഒഴിവാക്കിയെന്ന് വിചാരിച്ചത്. അല്ല, അത് കൊണ്ടല്ല, സ്ത്രീകൾ കുറവാണ്. 2, ഇതിപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറഞ്ഞു. കാരണം ഒരു സമയത്ത് ഇത് ഭീകരമായി എല്ലാവരും നല്ലവർ, എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഇപ്പം ചില തമാശകൾ അത് ഭയങ്കര ബോഡി ഷെയ്മിങ്. എനിക്കറിയില്ല കേട്ടോ അതൊന്നും. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെയാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഓരോ സമയത്തും ഓരോ ഏജിലും ഓരോ രീതിയിലായിരിക്കും മനുഷ്യരാണ്. ഒരു സ്വാതന്ത്ര്യം അല്ലാതെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ സിനിമ ചെയ്യും. സിനിമയ്ക്ക് എപ്പോഴും ഒരു ഷെയ്ഡുണ്ടല്ലോ, നല്ലതും ചീത്തതും ഷെയ്ഡുണ്ടല്ലോ.
ആ ഷെയ്ഡ് പറയാതെ നമുക്കെല്ലാം വൈറ്റ് വാഷ് ചെയ്തിട്ട് ഒരു സിനിമയൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഒരു സ്ത്രീ കഥാപാത്രം മോശമായിട്ട് എഴുതേണ്ടി വന്നാൽ മോശമായിട്ട് എഴുതേണ്ടി വരും, അവരുടെ ക്യാരക്ടറാണത്. അത് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല പറഞ്ഞു വെക്കുന്നത്. ഇപ്പം നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ചാക്കോച്ചൻ ചെയ്ത ഹരിശങ്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയാലും അങ്ങനെ ഒരു പോലീസുകാരനെ കിട്ടില്ല. ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ വയറ്റത്ത് ചവിട്ടില്ല, കാരണം പണി പോകുന്ന പരിപാടിയാണത്. ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് ചാക്കോച്ചൻ്റെ ആ കേരള പോലീസ് മൊത്തം മോശമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ ചെയ്യില്ലത്. രഞ്ജേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്, ഇപ്പം പോലീസ് ഷിപ്പിൻ്റെ മേളിൽ കാലെടുത്ത് വെച്ചിട്ട് ഇരിക്കുന്ന ഒരു നായകൻ നാട്ടിൽ നടക്കില്ലെന്നറിയാം. അത്രയുള്ള സിനിമയാണ്, അതിനെ സിനിമയായിട്ട് കണ്ടാത്തിരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഒരു സമയത്ത് ഈ പൊളിറ്റിക്കലായിട്ട് ഭയങ്കരമായിട്ട് കീറി മുറിച്ച് പണ്ടെഴുതിയ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ കഥ എഴുതുന്നതാണ്. അന്നത്തെ സക്സസ് ഫോർമുലകളും സിനിമകളും എല്ലാമാണ്. ഇത് മതേതരത്വം എഴുതി കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. ഏത് സിനിമ എടുത്താലും മതേതര മൂല്യങ്ങളും എല്ലാ കഥാപാത്രങ്ങളും സ്നേഹനിധികളും. ഇപ്പോൾ ഇരുന്ന് അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. അന്നത്തെ കാലത്ത് വർക്കായതോ അന്നത്തെ കാലത്ത് ചിലപ്പോൾ സൊസൈറ്റി അങ്ങനത്തെ ഒരു സൊസൈറ്റി ആയിരുന്നിരിക്കാം. അപ്പോൾ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് സിനിമ പറയും. അപ്പോൾ നമ്മൾ ഇന്നിരുന്നിട്ട് പഴയത് അത് റോങ് ആയിരുന്നു എന്ന് പറഞ്ഞ് അവരെ ജഡ്ജ് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കത്ര വർക്കാവാത്തതാണ്. ഈ ആർട്ട് ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല അങ്ങനെയാണോ വിചാരിക്കണേ? എന്തിനാണ് അതൊരു, ഞാൻ പറയട്ടെ, ഇതൊരു സിനിമയാണ്, ഇത് കച്ചവടം കൂടാണിത്. അല്ലെങ്കിൽ എനിക്കൊരു ലേഖനം എഴുതിയാൽ പോരെ, പൊളിറ്റിക്കൽ ലേഖനം എഴുതിയാൽ പോരെ. ഇന്ന സ്റ്റേറ്റ് ഇങ്ങനെയാണ്, സ്റ്റേറ്റ് ഇങ്ങനെ ചിട്ടയിലാണ് വളർന്നത്, പോലീസുകാർക്ക് സ്വാതന്ത്ര്യമില്ല, പോലീസുകാർ ഇന്ന പ്രശ്നങ്ങളിൽ പെടുന്നു എന്ന് ഒക്കെ പറഞ്ഞാൽ ലേഖനം എഴുതിയാൽ പോരെ. എന്തിനാണ് ഒരു നായായിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? പ്യുവർ പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ ആ പണി ചെയ്താൽ മതി. അതെങ്കിലും എനിക്കൊരു കഥ എഴുതിയാൽ മതി. വായിക്കുന്നവർക്ക് വായിക്കാം, നിങ്ങളുടെ ഇഷ്ടം, എനിക്കെല്ലാം ഡീസൻ്റായിട്ട് ചെയ്യാം. സിനിമയല്ല, സിനിമയെ കുറേ ഹൈ ഇറക്കം കയറ്റം, നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യണം, ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കഥയാണെന്ന് ആൾക്കാർ തോന്നണം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസിൻ്റെ ഇടയിൽ കൂടെ കഥ പറയുമ്പോൾ ഈ സമൂഹം നമ്മൾ കാണുന്നതാണ്. നമ്മൾ പത്രത്തിൽ വായിക്കുമ്പം എത്രയോ ക്രിമിനൽ കാര്യങ്ങളിൽ സ്ത്രീകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ സ്ത്രീകളൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിലുണ്ട്, കഥകൾ നമ്മൾ വായിക്കുന്നതാണ്. ഇപ്പോൾ ലഹരിയുടെ കാര്യം പറയുന്നത് നമ്മളെല്ലാം മൊബൈലിൽ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അത് വിറ്റഴി പെൺകുട്ടികളെ അർച്ചിത വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ മോശമാക്കാൻ അങ്ങനത്തെ പ്രവൃത്തി ചെയ്യിപ്പിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. നമ്മളതൊരു കഥയാണത്, അല്ലാതെ ആരെയും മോശമാക്കാൻ വേണ്ടിയൊന്നും അല്ലത്. ഷായി ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഈ വില്ലൻ ഗാങ്ങിനും പിന്നെ ഒരു ആരാധന ഉണ്ടാവുകയും അവർ ചെയ്യുന്ന ചില ഷോർട്സൊക്കെ നല്ല രസമായിട്ട് സ്റ്റൈലൈസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷോർട്സ് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും ഒരു അതിൻ്റെ ഫാൻ ബേസ് ഉണ്ടാവാൻ തുടങ്ങി. അത് ആർട്ടിസ്റ്റ് വർക്കാവുന്നതാണ്, അല്ലാതെ അതുകൊണ്ട് ആ സിനിമയെ നമ്മൾ എവിടെയെങ്കിലും കാണിച്ചു അവരെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് റോങ്ങായി ലൈഫിൽ പോയ മനുഷ്യർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്ന കഥയിൽ അവർ മോശമാണെന്ന് പറയുന്നതിനേക്കാൾ അവരുടെ ഭംഗി ആരെങ്കിലും പിന്തുടർന്നാൽ അത് അവരുടെ ബോധനിലവാരത്തിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. റോന്തിൽ കുറേ കൂടിയൊക്കെ ഹ്യൂമറും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നൊരു അടുത്ത് പറയുന്നത് കേട്ടു. അങ്ങനെ ഈ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ അങ്ങനെ തമാശകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റർ മൊമെൻറ്റ്സ് അത് പോലീസ് ജീവിതത്തിൽ സാധ്യമായിരുന്നോ? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തോന്നും വഴിയിലിറങ്ങാൻ നേരമൊക്കെ. അത്രയും ചെറിയ 1-2-3 ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഒരു വലിയ ഹ്യൂമർ പടമൊന്നും അല്ല. പിന്നെ മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. റോന്തൊരു കുറ്റാന്വേഷണ സിനിമയല്ല, ത്രില്ലറല്ല, ഡ്രാമയാണ്. എന്നീന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല, ഇതൊരു ഡ്രാമയാണ്. ഷൈലിൽ ഈ ത്രില്ലറും ഡ്രാമയുടെ അപ്പുറത്തെ ആളുകൾ മരവിപ്പും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞൊരു ഷോക്ക് വാല്യൂ. ഇപ്പോൾ ജോസഫിൽ നായകനങ്ങ് മരിക്കുകയാണ് തലക്കടി കൊണ്ടിട്ട്, അത്രയും മൃഗീയമായിട്ട്. നായാട്ടിൽ അവരിഞ്ഞ് എന്താവുക എന്നുള്ള മരവിപ്പുണ്ട് നമുക്ക്. അല്ലെങ്കിൽ തൂങ്ങിയാടുന്ന ജോജുവിൻ്റെ കഥാപാത്രത്തെ കണ്ടിട്ട് നമുക്ക് മരവിപ്പുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മകളാണ് മരിച്ചു പോയിട്ടുള്ളത്. അതിൽ നിന്ന് അവർ ഓവർകം ചെയ്യുമായിരിക്കും, എന്നാലും ആ മരണത്തിൻ്റെ മരവിപ്പ് നമുക്കുണ്ട്. ഇതിൽ റോന്തിലും പിന്നെ ഈ മരവിപ്പിന് സാധ്യതകളുണ്ടോ? മറ്റു പടങ്ങളിൽ അത്രയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഇലവിടപ്പുഞ്ചനക്കുള്ള ട്രോമയൊന്നും ആർക്കും ഞാൻ മറന്നു, അതിൻ്റെ അത്ര ട്രോമയൊന്നും ഉണ്ടാകത്തില്ല. അതെല്ലാവർക്കും കുറച്ച് അധികം ആൾക്കാർക്ക് ട്രോമയായിട്ട് പറഞ്ഞു. എനിക്കൊന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി സാറ്റിസ്ഫൈയിങ് ആണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി വ്യക്തിപരമായി അല്ല, സിനിമ വിജയിച്ചത് സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കൊമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ആയിരുന്നു. നമുക്ക് ചില സമയത്ത് തോന്നി, ഇപ്പം ജോസഫിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മളെയും ഇത് ചില തരത്തിൽ ഭയങ്കര ഡാർക്കാണല്ലോ. എന്നോട് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ് ഇനി മേലെ ഇത്തരം പടങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞു, ഇങ്ങനത്തെ പടങ്ങൾ. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒരു രസമുണ്ട്, ചാക്കോച്ചൻ്റെ ഭാര്യ ഉണ്ടല്ലോ പ്രിയ. അപ്പം പടം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞപ്പോൾ പറയാം, പ്രിയയുടെ ഒരു ഫാമിലി സുഹൃത്ത് പടം കാണുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ ഇൻ്റർവെൽ ആയപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടി അറ്റാക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും, ഇനി എങ്ങനെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കല്ലറ കഥയുടെ സെക്കൻഡ് ഹാഫ് ഒന്ന് എഴുതി വെച്ചേക്കണേ പ്രിയ പറഞ്ഞു എഴുത്. പക്ഷെ അത് ഹാർഡായിരുന്നു, ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ
ഭയങ്കര ശ്വാസം ബ്രീത്തൊക്കെ എടുക്കാൻ പറ്റാതാണ് പലരും കാണേണ്ടി വന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത്ര ഹെവി ആയിരുന്നു ആൾക്കാർക്ക് കിട്ടിയെന്നൊരു തോന്നൽ. ഹാർഡ് ഹിറ്റിംഗ് ഫേസ് എപ്പോഴാണ് തുടങ്ങിയത്? ഇപ്പോൾ നമ്മൾ ഈ ഓൾഡ് ബോയ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ സാർ? എന്താ ഇപ്പോൾ അയാൾ നാക്കില്ലാതെ ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിനപ്പുറത്ത് നിന്ന് ഓൾഡ് ബോയ് കാണുമ്പോൾ ഭയങ്കര വേദനയാണ്. അങ്ങനെ വേദനിക്കപ്പെടാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടിരുന്നൊരു ഷാഹിയുണ്ടോ? ഞാൻ വേറൊരു തരത്തിൽ ഇഷ്ടമുള്ള സിനിമകൾ, എനിക്ക് പൊളിറ്റിക്കൽ സിനിമകൾ ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ. പൊളിറ്റിക്കൽ സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ രാഷ്ട്രീയം പറയാൻ വേണ്ടി രാഷ്ട്രീയം എടുക്കുന്നതല്ല. എനിക്ക് ആദ്യമായിട്ട് അല്ലേ ഇങ്ങനൊരു വേറൊരു തരം സിനിമകൾ, നമ്മൾ തിയേറ്ററിൽ കാണുന്ന സിനിമകളിൽ നിന്ന് മാറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ സിനിമ ഉണ്ടല്ലേ എന്ന് വിചാരിക്കുന്നൊരു സിനിമയാണ് മക്മൽ ബഫിൻ്റെ കണ്ടഹാർ. എനിക്ക് കുറച്ച് ഇറാനിയൻ സിനിമകളുടെ അല്ലെ അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ്. അത് അങ്ങനത്തെ പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഭയങ്കര രസമാണ്. അവർ കഥാപാത്രങ്ങളെ പറയുന്നുള്ളൂ, പക്ഷേ അതിൽ ആ സ്ഥലങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പറയുന്ന ഇപ്പം കാഫർനാം, എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ്. പിന്നെ ഞാൻ ഡാർക്ക് സിനിമകൾ കാണാറില്ല. എഴുത്തിലപ്പോൾ എങ്ങനെ ഡാർക്ക് വരുന്നത്? അപ്പോൾ എനിക്കറിയത്തില്ല, എനിക്കത് താങ്ങാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷയം എഴുതുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതങ്ങനെ ആവുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊക്കെ കാണുന്ന ഡാർക്ക് സിനിമകളുടെ സ്വഭാവമൊക്കെ അതേപോലെയൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കാണാത്ത ആൾക്ക് ഇത് വരുന്നത് രസമായിട്ടുള്ള കാര്യമാണല്ലോ അത്. ഇല്ല, നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഡാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഒരു കഥ നമ്മൾ ചെയ്യുന്നു, അത് അങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകുന്നതല്ല ഇതൊന്നും. സിറ്റുവേഷൻസ് വെച്ച് നമ്മളങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നതേ അല്ലാതെ എന്നാ ഇതിരിക്കട്ടെ എന്നുള്ള. പിന്നെ ഒരു കാര്യമുണ്ട്, ടെൻഷനാണ്, എൻ്റെ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പം മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം ഇതിലെ കഥാപാത്രങ്ങളെയോ കഥയോ കുറിച്ചൊന്ന് ആൾക്കാർ തലയ്ക്കകത്ത് വേണമെന്നൊരാഗ്രഹമുണ്ട്. സോ ആ ആഗ്രഹം കാരണമാവാം മേ ബി ഡാർക്കായി പടങ്ങൾ എൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര ചിരിച്ചിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചിരി അങ്ങ് പോകും. പക്ഷെ കുറേ കൂടെ ഹോൾഡ് ചെയ്യുന്നതാവുന്നത് എപ്പോഴും വിഷമമുള്ള പടങ്ങൾ.